ഓക്കെ, ഹായ് റാസിഖ് ഭായ്. യെസ്. റാസിഖ് ഭായ് ഇപ്പം പുതിയതായിട്ട് നമ്മളെ ഇവിടെ ജോയിൻ ചെയ്തതാണ്. എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടാണെങ്കിൽ എനിക്കൊരു റൗണ്ട് ഓഫ് ഷോൾഡർ ആയിരുന്നു. അപ്പോൾ എൻ്റെ പോസ്റ്ററിൽ അതിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറേ ട്രെയിനിങ്ങിൽ വന്ന മാറ്റം കൊണ്ട് അപ്പോൾ അതെനിക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പെൽവിക്കിൻ്റെ ആ ഒരു ഏരിയയും കൂടി ആയിരുന്നു ഉണ്ടായിരുന്നു ഫ്രണ്ടിലേക്ക്. അതെ അതെ അതെ. ആ ഒരു കാരണം നമ്മളൊരു വേറൊരു സ്റ്റൈലായിരുന്നു ഇത് വർക്ക്ഔട്ട് ചെയ്ത് പോയിരുന്നത്. അതിൽ നിന്നും ഒരു മാറ്റം വന്നു. അത് ഇവിടെ വന്നതിന് ശേഷമാണ് അതിനൊരു മാറ്റം വന്നത്. നമ്മളെ ഈ ആന്റീരിയർ പെൽവിക് ടിൽറ്റ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് വീക്ക് ആയിട്ടുള്ള അബ്ഡോമിനൽ മസിൽസ്, അതേപോലെ വീക്ക് ഗ്ലൂട്ട്സ്, ടൈറ്റ് ഫ്ലെക്സേഴ്സ്, അതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ പെൽവിസിലാണ് പോകുന്നത്. നമ്മുടെ ബോഡിയുടെ ഈ ഹിപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ സപ്പോസ് നമ്മുടെ ബോഡി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പ്രൊട്രൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി സെക്കൻഡ് സാക്രൽ വെർട്ടിബ്രയാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്താവും, ഫ്രണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ്സ് വൈ ചില പേഷ്യൻസിലെ ആൾക്കാരിലേക്ക് കാലിലേക്കൊക്കെ ഇങ്ങനെ ഒരു കടിച്ചില് പോലെ കോശിലൊക്കെ ഇറങ്ങുന്നത് ഈ ഒരു ഇഷ്യൂ മൂലമാണ്. ഇത് ഇൻ ഫ്യൂച്ചറിൽ വേഴ്സൺ ആവാൻ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൺസൾട്ടേഷൻ എടുത്ത് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇതിവിടെ വന്നതിന് ശരിക്കും മാറ്റം ഞാൻ അതിൽ ഫോക്കസ് ചെയ്തു. കാരണം നമ്മൾ അല്ലാതെ വേറൊരു സ്റ്റൈലിൽ ചെയ്തുകൊണ്ട് നേരം ഇതിന് ഓരോ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നല്ല മാറ്റം, നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനിയും കൂടുതലായിട്ട് താങ്ക് യു വെരി മച്ച്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് പുതിയൊരു തുടക്കമാണെന്ന് തോന്നുന്നു. ഈ ജിമ്മിൽ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുണ്ട്, ഫിസിയോ ഇതും കൂടെ ചെയ്തിട്ട്. അത് ഏതായാലും വളരെ നല്ലൊരു, ഞാൻ എന്റെ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാനത് അഖിലിനോട് ഞാൻ വെച്ചു. ഏതായാലും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. ഓൾ ദ വെരി ബെസ്റ്റ്. എന്നെ പോലുള്ള കുറെ ആളുകൾക്ക് ഇതൊക്കെ ഒരുപാട് ഉപകാരപ്പെടും തീർച്ചയായിട്ടും. കാരണം എല്ലാവരും ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ എല്ലാ ഭാഗത്തും. എനിവേ, താങ്ക് യു വെരി മച്ച്.